ടീമിന്റെ ഒരു വലിയ തണലുണ്ട് ഈ പുനലൂരിൽ. അതൊരു വലിയ ശക്തമായ ഒരു പ്രചോദനം എനിക്ക് ആദ്യം. ബേസിക് നീഡ്സ് ഒന്നും പുനലൂരിലില്ല. ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ കാലാകാലങ്ങളിൽ ജയിക്കുമെന്നുള്ളൊരു ധാർഷ്ട്യമുണ്ട്. അതിന് പുനലൂരിലെ ജനങ്ങൾ ഇപ്രാവശ്യം ഒരു മാറി ചിന്തിക്കുമെന്നുള്ള യാതൊരു സമയം. എൻ്റെ വാപ്പ ഒരുപാട് വെയിലുമുണ്ട്, അതിന്റെ ഒരു തണലാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. സംശയമില്ല. ഞങ്ങൾ കൊല്ലത്തെ പുനലൂർ മണ്ഡലം നഗരമേഖലയും ഒപ്പം തന്നെ തോട്ടം മേഖലയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. UDF വേണ്ടി ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നൌഷാദ് യൂനിസ് ആണ്. പ്രചരണത്തിന്റെ അവസാനം ഒക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെങ്കിൽ പോലും പ്രചരണത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല റൗണ്ടുകളായിട്ടുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ വന്ന് പ്രവർത്തനം നടത്തിയപ്പോൾ ഉള്ളൊരു? ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായത്. എങ്കിൽ പോലും ഞാനിവിടെ എത്തുമ്പോൾ ടീം UDF എന്ന് പറയുന്ന ആ ഒരു സ്ട്രോങ് ബാക്കപ്പ് ഞാൻ ഫീൽ ചെയ്യുന്നു. ശരിക്കും ഒരു കുറച്ചുകൂടെ പൊയറ്റിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുനലൂരിലെ വെയിൽ അസാധ്യമായ വെയിലാണ്, ചൂട് ഭയങ്കരമാണ്. പക്ഷെ ചൂട് ഞാൻ ഫീൽ ചെയ്യാത്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമിന്റെ ഒരു വലിയ തണലുണ്ട് ഈ പുനലൂരിൽ. അതൊരു വലിയ ശക്തമായ ഒരു പ്രചോദനം എനിക്ക് ആദ്യം തന്നു. പിന്നീട് ഞാൻ കടകളിലും വീടുകളിലും തെരുവുകളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ സ്കൂളുകൾ, പിന്നെ കോളേജ് വിദ്യാർത്ഥികളെയൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് എല്ലാ മേഖലകളും. തോട്ടത്തിലേക്ക് പോയി തോട്ടം തൊഴിലാളികളെ കാണുമ്പോഴത്തേക്ക് അവരൊക്കെ ഡെസ്പറേറ്റാണ്. അവർക്കൊരു വല്ലാത്തൊരു സുരക്ഷിത ബോധമില്ലാത്തൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഇനി എന്തെന്നുള്ള ചിന്തയാണ്. അപ്പോൾ UDF ഒരു വലിയ ഒരു പിന്തുണയും ഒരു കൈത്താങ്ങുമായി ഇവരെല്ലാവരും കാണുന്നു. അത് ഡെഫിനറ്റ്ലി പുനലൂർ UDF പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും വിശ്വാസം. കഴിഞ്ഞ 30 വർഷമായിട്ട് തുടർച്ചയായിട്ട് LDF CPI MLA-മാരാണ് ഇവിടെ വരുന്നത്. അതിൽ ആളുകളൊട്ടും തൃപ്തരല്ല എന്നുള്ളതാണ് ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. തീർച്ചയായിട്ടും കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഭരണത്തിൽ നിന്നും ഒരു എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരു പുരോഗതി ഉള്ളതായിട്ട് ആരും പറയുന്നില്ല. അങ്ങും ഇഞ്ഞും ചില സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയാണ്. ചില ഹോസ്പിറ്റലിലെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ച്. പക്ഷെ അതല്ലല്ലോ, ബേസിക് നീഡ്സ് ഒന്നും പുനലൂരിലില്ല. ഞാൻ വളരെ പച്ചയായിട്ട് പറഞ്ഞാൽ ഒരു വാർഡ് മെമ്പറിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ബാത്റൂം ഉണ്ടാക്കാൻ. നിസ്സാരമായ കാര്യമാണ്. ഇത് പറയാൻ വേണ്ടി പറയുന്നില്ല. പക്ഷെ അത്രമാത്രം ഒരു കെയർലെസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ലക്ഷോപലക്ഷം അയ്യപ്പന്മാർ വരുന്ന ഈ പ്രദേശത്ത് അവർക്കൊരു ഇടത്താവളം ഒരുക്കാനോ ഒരു പിൽഗ്രിമേജ് ഹബ്ബ് ഉണ്ടാക്കാനോ ഒന്നും അവർക്ക് സാധിച്ചിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? ഒരു പാർക്കിംഗ് ഏരിയ വേണം, നിസ്സാരമായ കാര്യമാണ്. അവർക്ക് നല്ലൊരു ഫെസിലിറ്റി അറേഞ്ച് കൊടുക്കണം. ഇതൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ കാലാകാലങ്ങളിൽ ജയിക്കുമെന്നുള്ളൊരു ധാർഷ്ട്യമുണ്ട്. അതിന് പുനലൂരിലെ ജനങ്ങൾ ഇപ്രാവശ്യം ഒരു മാറി ചിന്തിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഞങ്ങളത് കാണുന്നുണ്ട്. എൻ്റെ കൂടെ പ്രചരണത്തിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് അറിയാനും പറ്റും. വളരെ വലിയ മാറ്റമാണ് പുനലൂരിൽ സംഭവിച്ചുകൊണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് ആകമാനം ഉണ്ടാക്കിയത്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിനോട് അടുത്ത് വന്ന സമയത്ത് UDF പുനലൂരിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇപ്പം അതെല്ലാം പൂർണ്ണമായി പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ടാണോ പോകുന്നത്? അതും ഒരു വലിയ വിഷയമാണല്ലോ. തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടുണ്ടായതാണ്. കോൺഗ്രസിനകത്തായാലും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കുടുംബമാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കോൺഗ്രസും ആഗ്രഹിച്ചൊരു മണ്ഡലമാണല്ലോ. സ്വാഭാവികമായും ഘടകകക്ഷി എന്ന നിലയിൽ ലീഗിന് അലോട്ട് ചെയ്ത സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടത് മറ്റൊരു സ്ഥലമായിരുന്നു. അതെല്ലാ മലയാളികൾക്കും ചിന്തിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അത് മാറി പുനലൂരിൽ ലീഗ് വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ഒരുമിച്ചാണ് യാത്ര. അതുവരെയുള്ള സൗന്ദര്യപടങ്ങളും അതൊക്കെ മറ്റ് വിഷയങ്ങളാണ്, പാർട്ടി ഇന്റേണലാണ്. അത് സ്ഥാനാർത്ഥിയുമായിട്ടോ അല്ലെങ്കിൽ ഈ ഇലക്ഷനുമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല. അതാണ് ഈ ശക്തി എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ടീം UDF ആ സ്പിരിറ്റാണ് എനിക്ക് കൂടുതൽ പ്രചോദനം നൽകിയത്. അതാണ് മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് പോകുന്നതോറും ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. വളരെ പോസിറ്റീവ്. ഒരുപാട് ബേസിക് കാര്യങ്ങൾ. ഇപ്പം വിദ്യാർത്ഥികൾക്ക് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവിടെ പ്രൈവറ്റ് മേഖലയിലുള്ളൂ. നേരെ മറിച്ച് ഗവൺമെന്റ് മേഖലയിൽ അതില്ല. പിന്നെ നമ്മൾ മേളിലോട്ട് നിങ്ങൾ മലയോര പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു തീപിടുത്തമുണ്ടായാൽ ഒന്ന് ഒരു ഫയർ എഞ്ചിൻ വരാനുള്ള ഫയർ എഞ്ചിൻ സംവിധാനമില്ല. അങ്ങനെ വളരെ കെയർലെസ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പുനലൂർ. ഞാനെപ്പോഴും പറയും, ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇതിനെ മാറ്റാൻ വളരെ ആലോചിച്ച് ചെയ്താൽ സാധിക്കും. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ പ്രദേശം. അവിടുത്തെ ജനങ്ങളും അത്ര മനോഹരമാണ്, വളരെ ആത്മാർത്ഥമുള്ളവരുമാണ്. യൂനിസ് കുഞ്ഞെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അക്കാഡമിഷ്യനായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ലെഗസി പിന്തുടർന്ന് വരുന്ന ഒരാളാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഒരു പക്ഷേ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ആളുകളെ ഏൽപ്പിക്കാൻ പോകും. തീർച്ചയായിട്ടും. ഞാനെപ്പോഴും പറയും, എൻ്റെ വാപ്പ ഒരുപാട് വെയിലുമുണ്ട്, അതിൻ്റെ ഒരു തണലാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായത്തിൽ ഈ പ്രദേശത്തെ
ഇതിനേക്കാളും ചൂട് കൂടിയൊരു സമയത്താണ് അദ്ദേഹം ഇവിടെ വന്നത്. അതിൻ്റെ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും നന്മയും ഈ നാട്ടുകാർക്കെല്ലാം ഉണ്ട്. ഇവിടുത്തെ അമ്മമാർക്കൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അവർ അതാണ് പറയുന്നത്, അന്ന് സാധിച്ചില്ലല്ലോ മോനെ, ഇത്തവണ എന്തായാലും അത് ശരിയാവും. ജനങ്ങളെല്ലാം ഒരു മാറ്റത്തിന് തയ്യാറായിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് തീർച്ചയായും സംഭവിക്കും. പിന്നെ ഇവിടെ ഓരോന്നോരോന്ന് എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പുരോഗതിയിലേക്ക്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ബേസിക് ആയിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ പുനലൂരിൽ ഒരു അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി എല്ലാവരും കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം ടീം UDF ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ് പുനലൂരിലെ UDF സ്ഥാനാർത്ഥി. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.